പ്രിയ ദേശനിവാസികളെ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. നോക്കുവിൻ, നമ്മളൊരു പാട്ട് കേട്ടു. എന്റെ രക്ഷ ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് യേശു നായകൻ ഒരുക്കുന്നുണ്ട് ഒരു ഭവനം. നോക്ക് പ്രിയപ്പെട്ട, ഈ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനത്രേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഘോഷിക്കുന്നത്. നിങ്ങൾക്കിത് ചെറിയ കാര്യമല്ല. നിരവധിയായിരിക്കുന്ന കേട്ട ഈ ദൈവത്തിന്റെ ദൂത് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തില് ഒരുവന്റെയെങ്കിലും ഹൃദയത്തിലൊന്ന് ഏറ്റിരുന്നെങ്കിൽ യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതം ഇവിടെയല്ല, യഥാർത്ഥമായിട്ടും നമ്മുടെ രാജ്യം ഇതല്ല, യഥാർത്ഥമായിട്ടും ഇവിടെ ജീവിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഈ രാജ്യം, ഈ ലോകം? ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പറ്റിയല്ല. ഈ ഭൂമി കഷ്ടങ്ങളും ദുഷ്ടതകളും ദുഃഖങ്ങളും നിരാശകളും അപമാനങ്ങളും നിറഞ്ഞ ഒന്നാണ്. മരണഭീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ദൈവമോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യമായിരിക്കുന്ന ഭവനമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യമായിരിക്കുന്ന ഭവനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാന്, ആ ഭവനത്തിന് നിങ്ങൾ അവകാശികളായിട്ട് തീരുവാന് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ദുഃഖങ്ങൾക്കും ഭാരങ്ങൾക്കും പാപങ്ങൾക്കും അപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നിത്യ തേജസ്സിലേക്ക് പ്രവേശിപ്പാൻ സൗജന്യമായിട്ടൊരു മഹാരാജ്യം നിങ്ങൾക്ക് അവകാശമാക്കി തീർക്കുവാന് യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് സുവിശേഷ നിമിത്തം ഞങ്ങൾ വിളിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, പാട്ടുകാരൻ വീണ്ടും പാടുകയാണ്. എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം, എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. നോക്ക് പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിരിക്കുന്ന അനുഭവമാണ്. വീടില്ലാത്ത കൂടില്ലാത്ത ഒരു സാധുവായിരിക്കുന്ന മനുഷ്യനോട് ഒരു സമ്പന്നൻ വന്ന് പറയുകയാണ്, ഇതാ നിനക്ക് വേണ്ടി ഞാൻ മനോഹരമായിരിക്കുന്ന ഒരു മണിമാളിക സൗജന്യമായിട്ട് തരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അദ്ദേഹം നന്ദിയോടെ ആ മനുഷ്യന്റെ കാൽപാദത്തിൽ വീഴും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ ഈ ഭൂമിയിൽ തരുന്ന മണിമാളിക നാളെ തീർന്നു പോകുന്നതാണ്. അതിനെന്താണ്, ആ മണിമാളിക നാളെ ഉണ്ടെങ്കിലും നമ്മൾ മരണം വഴിയായിട്ട് മാറിപ്പോന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ നിത്യഭവനമായിരിക്കുന്ന സ്വർഗരാജ്യം അതൊരിക്കലും തീർന്നു പോകാത്തതും സ്ഥിരമുള്ളതും അടിസ്ഥാനമുള്ളതുമായിട്ട് ആയിരിക്കാല് അതിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ മനസ്സുള്ളവരെ ക്ഷണിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, മനോഹരമായിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് ഒരിക്കലും ദുഃഖങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, നിരാശയില്ലാത്ത, വേദനയില്ലാത്ത, മരണഭീതിയില്ലാത്ത, എന്നെന്നും നമ്മൾ ജീവിക്കുന്ന, ഒരിക്കലും തീർന്നു പോകാത്തതും നശിച്ചു പോകാത്തതുമായിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് അനേകരെ സൗജന്യമായിട്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവം അല്ലെങ്കിൽ സുവിശേഷം നിമിത്തം ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ മതവിശ്വാസത്തിലായിരിക്കാം, ഇതര മതവിശ്വാസത്തിലായിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനോഹരമായിരിക്കുന്ന ഭവനങ്ങൾക്കുള്ളില്, നിങ്ങളുടെ മണിമാളികൾക്കുള്ളില് അനേക സമ്പന്നന്മാരുടെ ജീവിതത്തിൽ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ണുനീരുകളും നിരാശകളും മാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാന്യരാണ്, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഉന്നതന്മാരാണ്, ഉത്തംഗ ശ്രേഷ്ഠന്മാരാണ്, സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിലോ നിനക്ക് കണ്ണുനീരാണ്, നിരാശയാണ്, കൊലപാതകത്തിന്റെ ആസക്തിയാണ്, പിന്നെയോ ആത്മഹത്യയുടെ ചിന്തകളാണ്. ഇങ്ങനെ നിരവധിയായിരിക്കുന്ന വ്യക്തികളായിരിക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്നെ പോലെ ഒരു മനുഷ്യന്, നിങ്ങൾ എത്ര വലിയ ഈ ഭൂമിയിലെ മഹാരാജാവായാലും ശരി, ഈ ഭൂമിയിലെ ഏകാധിപതി ആയാലും ശരി, ഈ റാണി പട്ടണം മുഴുവൻ വാങ്ങുവാൻ തക്കവണ്ണം സമ്പത്തുള്ളവരായാലും ശരി, ഞാൻ നിന്നെ കാണുന്നത് വേറൊരു രൂപത്തിലാണ്. നിന്റെ അകത്ത് തേങ്ങുന്ന ഒരു ഹൃദയം, നിന്റെ ഉള്ളത്തിൽ എന്താണ് ദുഃഖിക്കുന്ന ഒരു ഹൃദയം ഞാൻ കാണുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിന്റെ ധനമഹാത്മ്യത്തിലോ, അതുകൊണ്ട് നിന്റെ ഉന്നതമായിരിക്കുന്ന പ്രൗഢികളിലോ, നിനക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തിലോ അവകാശത്തിലോ ഞാൻ നിന്റെ മുമ്പിൽ മയങ്ങിപ്പോവുകയില്ല. കാരണം നിന്റെ ഉള്ളത്തിൽ ഞങ്ങൾക്കില്ലാത്തവണ്ണം ദുഃഖകരമായിരിക്കുന്ന അനുഭവമുണ്ട്. നാളെ പറ്റിയുള്ള ഭാരങ്ങള്, മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങള്, കഠിനമായിരിക്കുന്ന മറ്റനവധി നിരവധിയായിരിക്കുന്ന പാപ സ്വഭാവങ്ങള്, മരണഭീതികള്, രോഗങ്ങള്, നിരവധിയായിരിക്കുന്ന വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ രാജാധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്? എടാ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ഒരു അല്പമെങ്കിലും ആശ്വാസത്തിന് വഴിയുണ്ടോ? ഇല്ല. നിന്റെ ഉള്ളത്തിൽ അല്പമെങ്കിലും സമാധാനത്തിന്റെ ഇടമുണ്ടോ? അല്പമേ ഇല്ല. എന്നിട്ട് നീ ഉന്നതമായിരിക്കുന്ന പദവിയിൽ വിരാജിക്കുകയാണ്. എന്നാൽ ദൈവം നിന്നെ നോക്കി ചിരിക്കാതിരിക്കേണ്ടതിന് നിന്റെ എന്താണ് പൊള്ളയായിരിക്കുന്ന നിന്റെ പ്രൗഢികളെ വിട്ടുകളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് നിന്റെ സമാധാനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരുവനുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഹിന്ദുമത വിശ്വാസത്തിൽ മാനസാന്തരപ്പെട്ട ഞാന് അതിനെ പറയേണ്ടി വന്നല്ലോ പ്രിയപ്പെട്ടവരെ, അതിനെ പറയേണ്ടി വന്നല്ലോ. ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്ന ഞാന് പാരമ്പര്യപ്രകാരം ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ സുവിശേഷം പറയേണ്ടി വന്നല്ലോ പ്രിയപ്പെട്ടവരെ, പറയേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ചെവി ചായച്ച് കേട്ടുകൊള്ളുവിന്.
യേശുക്രിസ്തു പറഞ്ഞു, ചെവിയുള്ളവൻ കേട്ടോണം. അത് എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷെ കേൾപ്പാൻ മനസ്സില്ല. പണ്ടൊരിക്കല് D.N. മൂഡി എന്ന് പറഞ്ഞ ഒരു പ്രഭാഷകനുണ്ട്, ഒരു സുവിശേഷ പ്രസംഗകനുണ്ട്. അദ്ദേഹം ഇതാ ആ കൺവെൻഷനുകൾ പ്രസംഗിക്കുകയാണ്, ക്രൂസൈഡുകൾ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരൻ എന്താണ്, ആ സാങ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പാട്ട് പാടുമ്പോൾ ഈ ബിസിനസ്സുകാരനായിരിക്കുന്ന ഈ മനുഷ്യൻ എന്താണ്, ഈ പാട്ട് കേൾക്കാനായിട്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് വരും. എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിന് മോഡിയുടെ പ്രസംഗം ഇഷ്ടമല്ല, ഇദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ സാങ്കി പാടുമ്പോൾ അദ്ദേഹം ചെവി തുറന്ന് ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മോഡി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇദ്ദേഹം തന്റെ രണ്ട് കൈയുടെയും ചൂണ്ടുവിരല് അദ്ദേഹത്തിന്റെ ചെവികളിലേക്ക് കുത്തി കയറ്റിയിട്ട് പ്രസംഗം കേൾക്കാതെ കുനിഞ്ഞിരിക്കും. ഇത് നിരവധിയായിട്ട് തീർന്നു. പക്ഷെ പാട്ടിനോടുള്ള ആഗ്രഹപ്രകാരം അദ്ദേഹം എല്ലാ ക്രൂസൈഡുകൾക്കും പോകുമായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം മോഡി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്താണ്, വിരലുകൾ തന്റെ ചെവിക്കുള്ളിലേക്ക് തിരികെ കയറ്റിയിട്ട് പ്രസംഗം കേൾക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കൊതുകോ ഒരു ഈച്ചയോ തന്റെ മുഖത്ത് കുത്താൻ തുടങ്ങി. അദ്ദേഹം തലയിട്ടാട്ടി, എന്തിനാണ് ഈ കൊതുകൊന്ന് മാറിപ്പോന്, ഈ ക്ഷുദ്രജീവി ഒന്ന് മാറിപ്പോന്, അത് കുത്തിൽ നിന്ന് രക്ഷപ്പെടാന്. പക്ഷെ എന്താണ്, എത്രമാത്രം തലയിട്ടാട്ടിയിട്ടും തല കുറഞ്ഞിട്ടും ആ ജീവി പറന്നുപോയില്ല. അവസാനം താൻ എന്ത് ചെയ്തറിയാമോ? നിവൃത്തിയില്ലാതെ തന്റെ ചെവികൾ തിരികെ കയറ്റിയിരുന്ന വിരലുകൾ ആ കരങ്ങൾ വലിച്ചെടുത്തിട്ട് ഈ കൊതുകിനെ ഒരടി. പ്രിയപ്പെട്ടവരെ, അര സെക്കൻഡ് പോലും ഉണ്ടായില്ല. പക്ഷെ അര സെക്കൻഡിനുള്ളിൽ തന്നെ തനിക്ക് മാനസാന്തരത്തിനുള്ള വചനം കിട്ടി. എന്താണെന്നറിയാമോ? തന്റെ ചെവികൾക്കുള്ളിൽ നിന്ന് തന്റെ വിരലുകൾ മാറ്റിവെച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചെവിക്കുള്ളിലേക്ക് അലയടിച്ച് ഉയർന്നു വന്ന ഒരു സ്വരങ്ങളാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ബിസിനസ്സുകാരൻ സമ്പന്നനായിരിക്കുന്നവന് അവിടെ തന്നെ താൻ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, അവിടെ അവൻ തന്നെ താൻ താഴ്ത്തി. എന്നിട്ട് അന്ന് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാനിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചെവികളിലേക്ക് നിങ്ങളുടെ വിരലുകൾ തിരികെ കയറ്റിയിട്ടില്ല. എങ്കിലും എന്താണ്, സുവിശേഷം നിങ്ങൾക്ക് ഇഷ്ടമല്ല, സുവിശേഷകന്മാരെ നിങ്ങൾക്ക് അല്പം പോലും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ വേദനകളിൽ പങ്കാളികളായിട്ട് തീർന്ന, നിങ്ങളുടെ ദുഃഖവേളകളിൽ ആശ്വാസമായിട്ട് നൽകി തരുന്നത് ഞങ്ങളെ പോലുള്ള സുവിശേഷകന്മാരേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമ്പത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മുമ്പിലുള്ള മാനത്തിന് വേണ്ടിയിട്ടുമല്ല, ഞങ്ങൾക്ക് സകലത്തിനെയും സർവ്വവും നൽകി തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറണം. ഒരു സുവിശേഷകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും നിങ്ങൾ അനുഭവിക്കണം. ഞങ്ങൾക്ക് മരണഭീതി നീങ്ങിപ്പോയിരിക്കുന്നു, ഞങ്ങൾക്കൊരു പ്രത്യാശ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പാടിയത്. എന്താണ്, എന്റെ ലോകം ഇതല്ല, എന്റെ രാജ്യം ഇതല്ല, എന്റെ ദേശം ഇതല്ല, അക്കരെ എനിക്കൊരു മനോഹരമായിരിക്കുന്ന ദേശം യേശുക്രിസ്തു ഒരുക്കി കാത്തിരിക്കുകയാണ്. ദുഃഖങ്ങളില്ലാത്ത, മനോഹരമായിരിക്കുന്ന, മരണമില്ലാത്ത ആ ഉന്നതമായിരിക്കുന്ന പദവിയിലേക്ക് നിങ്ങളെ സുവിശേഷ നിമിത്തം വിളിക്കുമ്പോൾ നിങ്ങളുടെ പിതൃപാരമ്പര്യത്തിനോ മതഭക്തിക്കോ നിങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾക്കോ നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നിരവധി ആൾക്കാരുടെ പ്രശ്നപരിഹാരത്തിന് പോകും. എന്നാൽ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസമുണ്ടോ? പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു സന്തോഷമുണ്ടോ? ഞങ്ങൾ ഇതാ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒന്നുമില്ലാത്തവരും എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷ സമൃദ്ധി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അനേകരും പാപത്തിലാണ്, നിങ്ങൾ അനേകരും എന്താണ്, ദുഃഖത്തിലാണ്. ആരറിയുന്നു ഇതന്നെ ഇവിടെ നിർത്തിയ ദൈവത്തിന് നിങ്ങളുടെ ഇന്നത്തെ ആത്മഹത്യാ ചിന്ത അറിഞ്ഞുകൊണ്ടാണെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രൗഢഗംഭീരമായിരിക്കുന്ന മണിമന്ദിരത്തിൽ എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു. എത്രയോ സിനിമാ നടന്മാരും നടിമാരും ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ പേര് മദ്യഷാപ്പുകളിലും മറ്റനുഭവത്തിലും എന്താണ് അഭയം പ്രാപിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വീട്ടിൽ സമാധാനമില്ലാത്ത അനേക പുരുഷന്മാര് തെരുവോരങ്ങളിൽ മദ്യഷാപ്പുകൾ അഭയം പ്രാപിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. എല്ലാത്തിനും പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. അവനിലല്ലയോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തു എന്ന ഏകനാമമാണ്. അവനിലല്ലയോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. ആകിയാൽ ദൈവത്തിന്റെ അതേ സമ്പൂർണ്ണതയോടുകൂടെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ആ ദൈവത്തിന്റെ മഹാസ്നേഹം നമുക്ക് കാണിച്ചു തന്ന, ആ ദൈവത്തിന്റെ മഹാസന്തോഷം നമുക്ക് പ്രദാനം ചെയ്യാമെന്ന് വാക്ക് തന്ന ഈ യേശുക്രിസ്തുവിലേക്ക് മനം തിരിയാനാണ് ദൈവം നിങ്ങളെ പറ്റി അറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം കഠിനമായിട്ട് പറഞ്ഞു തരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പ്രിയപ്പെട്ടവരെ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം അധികാരത്തോടെ പറയാൻ കഴിയത്തുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിനക്ക് പലതുമുണ്ട്. അനേക മനുഷ്യർ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, അനേക മനുഷ്യർ നിന്നെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ടിട്ട് നിന്റെ മുമ്പിൽ വണങ്ങുന്നുണ്ട്. സത്യം തന്നെ. അയ്യോ, നിന്റെ ഹൃദയത്തിൽ എന്താ സമാധാനമില്ലാത്തത്? ഇവരൊക്കെ വണങ്ങുമ്പോഴും നിന്റെ ഹൃദയം ദുഃഖിക്കുന്ന എന്ത്? അധികാരമോഹം കൊണ്ട് അധികാരം നഷ്ടപ്പെടുമ്പോൾ നിന്റെ ഹൃദയം എന്താണ്? ആദ്യഘട്ടമായിരിക്കുന്ന മരണചിന്ത കൊണ്ട് നിറയുന്നത് എന്ത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, നോക്കുവിന് ആ ഉയരങ്ങളിലേക്ക് നോക്കിക്കുക.
എങ്കിലേ നിന്റെ സമാധാനത്തിന്റെ നിയമം ക്രൂസിൽ വെച്ച് കാണാൻ പറ്റും. യൗവനക്കാരെ നീ നിന്റെ ജീവിതം നശിപ്പിച്ച് കളയല്ല. അല്ലയോ യൗവനക്കാരെ, നിന്റെ ജീവിതം എത്രമാത്രം വിലയേറിയാണെന്ന് നിനക്കറിയാമോ? ദൈവം നിനക്ക് ഭാഗ്യം തന്നിരിക്കുന്ന നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം നിന്റെ യൗവനത്തെ നീ തുച്ഛീകരിക്കാതെ നിന്റെ യൗവനത്തെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെങ്കിൽ, എന്റെ മോനെ, നിന്റെ യൗവനത്തെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെങ്കിൽ ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത മഹാസമാധാനം കൊണ്ട് നിന്നെ ദൈവം നിറയ്ക്കും. മഹാസന്തോഷം കൊണ്ട് നിന്നെ നിറയ്ക്കും. നിന്റെ ശരീരം കൊണ്ട് ദൈവത്തിന് വളരെയേറെ പ്രയോജനമുണ്ട്. പ്രിയപ്പെട്ടവരെ, പണ്ടൊരിക്കല് M.A. ടോറി എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരന്, അദ്ദേഹം എന്താണ്, വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ദുർനടപ്പുകാരനാണ്. അവന്റെ അമ്മ ഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എപ്പോഴും ഈ M.A. ടോറിയുടെ അമ്മ മോനോട് ഉപദേശിക്കും, മോനെ, യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചടാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നതാ, അവനെ നീ തിരിച്ച് സ്നേഹിക്കുമ്പോൾ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നൊക്കെ പറയുമ്പോഴേ ഈ M.A. ടോറി എന്താണ്, കഠിനമായിരിക്കുന്ന വെറുപ്പ് കൊണ്ട് അവനെ നിറയും. അവൻ പറയും, എനിക്ക് ഈ അമ്മയും വേണ്ട, ഈ അമ്മയുടെ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ദിവസം അവൻ വീട് വിട്ട് പുറത്തു പോവുകയാണ്. ഇനി വീട്ടിലേക്കില്ല, ഈ അമ്മയുടെ മുഖം എനിക്ക് കാണണ്ട, ഈ അമ്മ പറയുന്ന ദൈവത്തെ എനിക്ക് ഒട്ടുമേ ഇഷ്ടവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട് വിട്ട് കടന്നു പോവുകയാണ്. അമ്മ പുറകെ നിലവിളിച്ച്, മോനെ, നീ പോകരുതടാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പോകും, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ഈ M.A. ടോറി അല്പം മുമ്പോട്ട് പോയപ്പോൾ അമ്മ പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ പൊക്കോ, കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെടുമ്പോഴേ അമ്മയുടെ ദൈവത്തെ, യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ അമ്മയെ വിട്ട് പോകുകയല്ലയോ, ദൈവത്തെ വിട്ട് പോകുകയല്ലയോ, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുമ്പോഴേ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നീ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബഹുസമ്പന്നനായിരിക്കുന്ന M.A. ടോറി യൗവനക്കാരുമായിട്ട് ചേർന്ന സകലവിധമായിരിക്കുന്ന പാപപ്രവൃത്തികളും മദ്യപാനവും മയക്കുമരുന്നും നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ ജീവിച്ചു. കാലക്രമേണ തന്റെ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും നിരാശാമുഖമായിരിക്കുന്ന അനുഭവമാണ്. അവസാനം ആത്മഹത്യയിലേക്ക് തിരികെയാണ്. കള്ളും കഞ്ചാവും മാത്രമല്ല, പാപം ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവരും വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. മരിച്ചു പോകുന്ന മനുഷ്യനെ ആരാധിക്കുന്നവൻ വിഭ്രാന്തിയിലേക്ക് പോവുകയാണ്. മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ട, അങ്ങനെയുള്ള കുടുംബവും അങ്ങനെയുള്ള സമൂഹവും നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, M.A. ടോറിയുടെ കാലങ്ങൾ മുമ്പോട്ട് കടന്നുപോയപ്പോഴും അവന്റെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ അവനെ നാശയോഗ്യമാക്കി തീർത്തു. അവൻ ജീവിതം വെറുത്തു. ഇനി ആത്മഹത്യ മാത്രമേ വഴിയുള്ളെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ കൈത്തോക്കെടുത്ത് ചെവിയിലേക്ക് തിരികെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പാൻ അവൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അമ്മയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ വാക്കുകൾ അവന്റെ ചെവികളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് അലയടിച്ചു പോവുകയാണ്. മോനെ, നിന്റെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ നീ നിന്റെ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ രക്ഷിക്കും. അവൻ അവിടെ മുഴങ്കാൽ അമർത്തി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മയുടെ ദൈവമേ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് നാശത്തിൽ നിന്ന് വിടുവിക്കണമേ, എന്റെ ഹൃദയത്തിൽ ഒരു സമാധാനം തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ അവന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു. ഈ കുടില ബുദ്ധിക്കാരനായിരിക്കുന്ന, ഈ മദ്യപാനിയായിരിക്കുന്ന, ഈ അഹങ്കാരിയായിരുന്ന M.A. ടോറി അവന്റെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ചതോടെ അവൻ പുതിയൊരു സൃഷ്ടിയായിട്ട് തീർന്നു. അവൻ തെരുവോരങ്ങളിലും മദ്യപാനത്തിലും മറ്റു വിധമായിരിക്കുന്ന അനവധി തെറ്റായിരിക്കുന്ന വഴികൾക്ക് കൂടെ പോയ ആയിരക്കണക്കിന് യൗവനക്കാരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തിയ ഒരു നല്ല സുവിശേഷകനായിട്ട് പിൻകാലങ്ങൾ അറിയപ്പെട്ടു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സ്വഭാവങ്ങളെ മാറ്റിക്കളയുന്ന, ഏത് അസമാധാനത്തെയും സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന, ഏതൊരുളിനെയും വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്ന ഈ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ, നിങ്ങൾ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ആരുമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, നീ വെറും മനുഷ്യനാ. നിന്റെ കൊടി നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ മതം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പുരോഹിതന്മാരുടെ ഉപദേശങ്ങൾക്ക് നിനക്ക് ആശ്വാസം നൽകി തരുവാനും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നോക്കിക്കേ, നൂറ്റാണ്ടുകളായിട്ടല്ലയോ ക്രിസ്ത്യ മതവിശ്വാസി നീ പാപികളും ദോഷികളും അല്ലയോ? ഏതാണ്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ പാപികളും ദോഷികളുമാ. ഇന്നേ അവരെ പാപമോചനം നൽകി തരുവാൻ പുരോഹിതന്മാരുടെ ഉപദേശത്തിനോ അവരുടെ വഴിപാടുകൾക്കോ യാഗങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവനാ. ഞാൻ വളരെ ഭക്തിയോടെ ക്ഷേത്ര ദർശനം നടത്തുന്നവനായിരുന്നു. പക്ഷെ രാഹുകാലത്ത് നിന്ന് പോലും രക്ഷിപ്പാൻ അവിടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതേ പ്രിയപ്പെട്ട, നമ്മുടെ പാപങ്ങളിൽ വിടുവിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാനും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ ആ ക്രൂശിലേക്ക് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളുടെ മുമ്പിൽ സിമന്റ് പ്രതിമയിലേക്കല്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ അവനെ കണ്ടു. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരുവനെ കണ്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു തൂങ്ങിക്കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖം ഇതാ പാപികളുടെ തുപ്പൽ കൊണ്ട് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് ഞാൻ എന്റെ മുഖവും കാണിച്ചു കൊടുത്തു എന്നുള്ള യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് പറഞ്ഞാൽ അവൻ എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി
വേണ്ടി ഇതാ ക്രൂശിൽ കഷ്ടം സഹിക്കുകയാണ്. എന്തുകൊണ്ട്? എന്റെ പാപത്തിന്റെ പരിഹാര ബലിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെൽ നിർത്തി. ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ നാൾ മുതൽ, സാത്താന്റെ മകനായിട്ട് തീർന്ന നാൾ മുതൽ ഈ സർവ്വഭൂമിയും ആദമിന്റെ രക്തത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകല ജാതി മതസ്ഥരും കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ മരണഭീതിയോട് കടന്നു പോവുകയാണ്. ഈ ലോകം വാഴുന്നത് സാത്താനാണ്. അതേ പ്രിയപ്പെട്ട ദൈവമല്ല ഈ ഭൂമി ഇതേവരെ വാഴുന്നത്. എന്നാൽ ദൈവരാജ്യം സ്ഥാപിതമാക്കുവാനുള്ള സമയമായിരിക്കുന്നു. അതാരാണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തു മടങ്ങി വരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, നിന്റെ സകല ദുഃഖത്തിന്റെയും കാരണം നിന്റെ പാപമാ. അയ്യോ, സമ്പത്തില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ, അനാരോഗ്യമുണ്ടെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ, ആരും നമ്മളെ സഹായിപ്പാനില്ലെങ്കിലും സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ജീവിപ്പാൻ നമുക്ക് കഴിയും ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും നിന്റെ സകല നാശത്തിനും കാരണം നിന്റെ പാപമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നാളെ മരിച്ചു പോകുന്നവനായിരിക്കണം നീ, നാളെ കല്ലറയിലേക്ക് പൊടിഞ്ഞു പോകേണ്ട നീ, അല്പം സമ്പത്തിന് വേണ്ടിയും അല്പം എന്താണ് രാജ്യത്വത്തിനും വേണ്ടി എത്ര പേരുടെ കണ്ണുനീരാണ് നീ ഉണ്ടാക്കി വെച്ചത്? എത്ര പേരുടെ വേദനകളെ നീ ഉണ്ടാക്കി കൊടുത്തു? എത്ര പേരുടെ കുടുംബങ്ങളെ നീ നശിപ്പിച്ചു കളഞ്ഞു? നാളെ നീ മരിച്ചു പോകുന്നവരാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ, മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന് മുമ്പിൽ കണക്ക് തീർക്കുന്ന നാളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മരിച്ചു പോകുന്ന ഈ ചെറിയ ആയുസിന് വേണ്ടി നീ ഇങ്ങനെ കാപട്യം ചെയ്യുമായിരുന്നില്ല. ആകയാൽ എന്നാലും കർത്താവ് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് മനം തിരിയാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത്രമാത്രം പാപം ചെയ്ത, കൊള്ളരുതായ്മ ചെയ്ത നിന്റെ മുഖത്ത് നോക്കി കർത്താവ് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകിക്കളയുവാന് ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പാപം ചെയ്ത ഒരു സ്ത്രീയെ യഹൂദ പുരോഹിതന്മാരും ദ്രവ്യമാരും എല്ലാം പിടിച്ചുകൊണ്ട് വരികയാണ്. എന്താണെന്നറിയാമോ? ഈ പാപം ചെയ്ത പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരെല്ലാം നല്ല നീതിമാന്മാരാണെന്ന് അവർ വിചാരിച്ചു. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഇവൾ പാപം ചെയ്തിരിക്കുന്നു, ഇങ്ങനെയുള്ളവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നമ്മുടെ ന്യായപ്രമാണം അനുശാസിക്കുന്നു. നീ എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു കരുണയുള്ളവനാണ്. അവൻ സ്വാഭാവികമായിട്ടും പറയും, അവളെ കല്ലെറിയല്ല, പാപം പൊക്കട്ടെ എന്ന് പറയുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്. അവൻ എന്താണ്? അവൾ പാപം ചെയ്ത വഴി അവളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല, കൊല്ലുന്നതിന് വിരോധം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവളെ കൊല്ലുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ, പുരോഹിതന്മാരും തിരുമേനിമാരും എല്ലാം കല്ലുകൾ താഴെ ഇട്ടിട്ട് മടങ്ങിപ്പോവുകയാണ്. അവർക്കെല്ലാവരുടെ പാപത്തെ പറ്റി ബോധം വന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ടല്ല നിങ്ങളുടെ പാപത്തെ പറ്റി നിങ്ങൾക്ക് ബോധം വരത്തില്ല. ആ പരിശുദ്ധന്റെ മുഖകാന്തി കണ്ടിട്ടല്ല നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം കണ്ടെത്തുവാനും കഴിയത്തില്ല. അവസാനം സ്ത്രീയും കർത്താവും മാത്രമായിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ആരും എന്നെ കുറ്റം വിധിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, മേലിൽ പാപം ചെയ്യില്ല. നോക്ക് പ്രിയപ്പെട്ട, ആ നിമിഷം വരെയുള്ള സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് സമാധാനം നൽകി തരുന്ന ഈ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഞാനും പാപിയിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനേക്കാളും മ്ലേച്ഛനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും മുക്കി എന്നെ ശുദ്ധീകരിച്ചത് വഴി ഞാനിന്ന് സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഞാനിന്നെന്താണ്? ശുദ്ധമായിരിക്കുന്ന മനസാക്ഷിയുള്ളവനായിട്ട് തീർന്നിരിക്കുന്നു. ആകയാൽ ആ ക്രൂസിലേക്ക് നോക്കിക്കേ, അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ ഉത്തരവാദി നീയാണ്. നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് അവനേറ്റത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അടിയേറ്റ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ദണ്ഡനമേറ്റ്, ഇതാ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ്, മനുഷ്യരുടെ നിന്നയേറ്റ്, 2 കള്ളന്മാരുടെ മധ്യവൻ 3 നാളിമേലെ ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് ആ യെരുശലേമിൽ ഗോൽഗോഥാ മലമുകളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം എന്താണ്? ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി, നിനക്ക് പകരക്കാരനായിട്ട് മരിച്ച ഈ യേശുക്രിസ്തു ആകുന്നു. പാപിയായിരിക്കും നിനക്ക് വേണ്ടി, പാപമില്ലാത്തവൻ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു. ഇവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനെ പോലെ ക്രൂശിൽ തൂക്കിക്കിടക്കുകയാണ്. പാപമില്ലാത്തവൻ നമ്മുടെ പാപമേറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുകയാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമാണ് നിന്റെ ഏകരക്ഷകൻ. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ് നിന്റെ സമാധാനം. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ് നിന്റെ നിത്യമായിരിക്കുന്ന സന്തോഷം. പ്രിയപ്പെട്ടവരെ, ആകയാൽ ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലി 2000 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി നമ്മുടെ പാപപരിഹാരം അവിടെ നിവർത്തിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ഇന്നും പാപികളായിട്ട് തുടരുന്നുവെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചില്ല. അവൻ സ്വർഗം വിട്ട, പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം ഞാൻ 2 മിനിറ്റൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകൾ പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിൽ ഇരുന്നവന്
ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നവൻ. പ്രിയപ്പെട്ട ദൈവം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായി വന്നതല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. അവൻ ആരംഭമില്ല, അവസാനമില്ല. പിതാവും പുത്രനും ആരംഭവും അവസാനവും ഇല്ലാത്തവനായിട്ട് ആ പിതാവിന്റെ മടിത്തട്ടിൽ എന്താണ് അനാദികാലം മുതൽ കഴിഞ്ഞവന്. ഈ അനാദികാലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആയുസത്ര നിങ്ങൾക്ക് അറിയാമോ? പ്രിയപ്പെട്ട നിങ്ങളൊക്കെ മതമാറ്റിക്സ് പഠിച്ച കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നോക്കവന് നമുക്ക് 0 എന്നൊരു നമ്പർ എടുക്കാം. അതിന്റെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ -1, -2, -3. അതിന്റെ അവസാനം കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ആ -1ന്റെ അവസാനത്തെ അക്കം എന്നാണോ എത്രയാണോ അന്ന് മുതൽ ദൈവമുണ്ട്. ഇനി വലത്തോട്ട് തിരിഞ്ഞാലോ +1, +2, +3. ആ എണ്ണൽ സംഖ്യയുടെ അവസാനത്തെ അക്കം എത്രയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? അന്ന് വരെയും ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആരംഭവും അവസാനവും ഇല്ലാത്തവനായിരിക്കുന്ന ഈ ക്രിസ്തു. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് മരിച്ച നാളില് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ദൈവ കോടതിയുടെ മുമ്പിൽ ഏറ്റു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ദൈവത്തിന്റെ മുമ്പിലല്ല, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പിശാചിന്റെ മുമ്പിലുമല്ല. പിന്നെയോ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ അവൻ നമ്മുടെ ഓരോരുത്തരെയും അതിർത്തിയാഗമായിട്ട് തീർക്കപ്പെട്ടു. പഴയ നിയമത്തിൽ എന്താണ്? അനേക യാഗങ്ങളുണ്ട്. ഹനനയാഗം, ഹോമയാഗം, നിരവധിയായിരിക്കുന്ന യാഗങ്ങളുണ്ട്. ഓരോ യാഗങ്ങൾക്കും അതാത് ബലിമൃഗങ്ങളെ അവർ ഒരുക്കി കണ്ണമായിട്ട് നുറുക്കി അതിന്റെ തോലുരിക്കുമ്പോഴേ ഓരോ മൃഗങ്ങളും അനുഭവിച്ച വേദനയുണ്ട്. എന്നാൽ സകല മൃഗങ്ങളും അനുഭവിച്ച സകല വേദനകളും ഒരു യാഗം കൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചെങ്കിൽ അല്പമെങ്കിലും ബോധമുള്ളവർ കേട്ടുകൊള്ളുവിന്. നിന്റെ സമ്പത്തോ, നിന്റെ കുലമഹിമകളോ, പാരമ്പര്യങ്ങളോ, നിന്റെ അധികാരങ്ങളോ നിന്നെ മരണത്തിൽ നിന്നോ പാതാളത്തിൽ നിന്നോ രക്ഷിപ്പാൻ കഴിയാത്തത് കൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് തിരിച്ച് നിന്നെ തന്നെ താഴ്ത്തിക്കണം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ സ്വർഗത്തിന്റെ സകല സന്തോഷങ്ങളും വിട്ട് നിന്നെ സ്നേഹിച്ച് ചേറ്റിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ അവനെ തിരിച്ച് സ്നേഹിപ്പാനും അവന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും നീ ബാധ്യസ്ഥനാണ് പ്രിയപ്പെട്ടവരെ. ആകിയാൽ നോക്കുവിന് സമാധാനത്തിന്റെ വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു നിൽക്കാം. ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്ന് വരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു ക്രിസ്തു തിരികെ വാങ്ങി ആ ലോകത്തിന് മേലും സാത്താന്റെ മേലും ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ തിരശീല കീറിപ്പോയി. ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വമായിരിക്കും തിരശീല മുകൾ തൊട്ട് താഴെ വരെയും രണ്ടായിട്ട് കീറിപ്പോയില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ പള്ളികളിൽ തിരശീലയ്ക്ക് പുറകിലിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നുണ്ട്. ആ തിരശീല കീറുവാനായിട്ട് അത്രേ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കഷ്ടമേറ്റ് മരിച്ചത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത്വമാണ് ഈ തിരശീല. ആദം ചെയ്ത പാപത്താൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ദൈവം തൂക്കി നടിച്ചവര് യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ തകർക്കപ്പെട്ടു. ഏത് പാപിക്കും പുരോഹിതന്മാരില്ലാതെ യാഗങ്ങളോ, ബലികളോ, കർമ്മങ്ങളോ, ആചാരങ്ങളോ, വഴിപാടുകളോ, നോയമ്പുകളോ, തീർത്ഥാടനങ്ങളോ, പദയാത്രകളോ യാതൊന്നുമില്ലാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കാതെ നോയമ്പ് കൊണ്ടും മറ്റ് വഴിപാടുകൾ കൊണ്ടും ജീവിച്ച് ഓരോ ദിവസവും പാപത്തിന്റെ മേൽ പാപം കൂട്ടി നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചോട് യാഗം നിർത്തലാക്കിയ വഴി പൗരോഹിത്യമില്ല. എന്നെ കഴിക്കുന്ന സകല ജാതികളും പറയുന്നു പുരോഹിതന്മാരിനില്ല. പൗരോഹിത്യ ശുശ്രൂഷ ദൈവം സമ്പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടതാണ്. പുരോഹിതന്മാരുടെ ആവശ്യം എന്താണ്? യാഗം കഴിക്കലാണ്. അപ്പോൾ ഇനി നിങ്ങൾ യാഗം കഴിക്കുന്നതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ യാഗത്തെ നിങ്ങൾ അംഗീകരിച്ചില്ല. ഒന്നാമത്തെ പാപം, ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന പാപം, നിങ്ങൾ പാപം ചെയ്തുകൊണ്ടല്ല നരകത്തിലേക്ക് പോകുന്നത്. ന്യായവിധി എന്നുള്ളതോ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചിട്ടും അവനെ അംഗീകരിക്കാതെ ഇന്നും പുരോഹിതന്മാരെ അന്വേഷിക്കുന്നതാണ്. സ്വന്തമായിട്ട് വഴിപാട് അന്വേഷിക്കുന്നവരാണ് നരകവിധിയിലേക്ക് പോകാൻ ഏറ്റവും യോഗ്യന്. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണഭാസങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശു ക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാൻ പോകുകയാണ്. അതേ ഭൂമിയുടെ സാത്താന്റെ അധികാരങ്ങളെ താഴ്ത്തിക്കളഞ്ഞുകൊണ്ട് 1000 വർഷം അവനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഭൂമി സമാധാനം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് നിറയും. ഇവിടെ യുദ്ധങ്ങളോ, കണ്ണുനീരുകളോ, ക്ഷാമങ്ങളോ, ഡൈവോഴ്സുകളോ, വഞ്ചനകളോ, കൊലപാതകങ്ങളോ, ആത്മഹത്യകളോ, ഭൂമി കുലുക്കങ്ങളോ ഒന്നുമില്ലാത്ത 1000 വർഷത്തെ സമാധാനം. ഒരു കാട്ടുമൃഗവും നമ്മളെ ആക്രമിക്കത്തില്ല. പുള്ളിപ്പുലിയും കുഞ്ഞാടും കൂടെ ഒന്നിച്ച് പുൽമേടുകൾ തുള്ളിച്ചാടും പ്രിയപ്പെട്ടവരെ. ആ സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നും. മുലകൊടി മാറാത്ത കുഞ്ഞ് എന്താണ് അണലിയുടെ ബോധത്തിൽ കൈയിടും. അണലിയോട് കൂടെ അത് കളിച്ചാലും ഒരു ദോഷവും പറ്റാത്ത ആ ദുഃഖമില്ലാത്ത രോഗമില്ലാത്ത 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുവാൻ ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിന്റെ അധികാരം നിന്നെ രക്ഷിക്കുമോ? നീ കൊടി പിടിച്ച് ജയ് വിളിച്ച നേതാക്കന്മാർ നിന്നെ രക്ഷിക്കുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. നിന്നെ വഞ്ചിച്ച പുരോഹിതന്മാരുടെ കള്ളുപദേശങ്ങൾ നിന്നെ രക്ഷിക്കുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ വന്നത്. ഇനി അവൻ കടന്നു വരുന്നത് പാപികളെ തേടിയല്ല. ഇന്ന് നിങ്ങൾ പാപികളാണെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇനി അവൻ കടന്നു വരുന്നത് നീതിമാന്മാരെ തേടിയാണ്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, പാപിയായിരിക്കുന്ന നീ നീതീകരണം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നീ മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ. ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്തതിന്റെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും പാരമ്പര്യങ്ങളും
കാര്യങ്ങളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ പ്രമാണത്തിലേക്ക് വരണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗം വിട്ട് വന്നിട്ടുള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിലേക്ക് കരേറി പോയിട്ടുള്ളൂ. അവൻ മാത്രമേ ദൈവത്തിന്റെ ന്യായവിധിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുമുള്ളൂ. ആയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഏതൊരു നാമത്തെ വണങ്ങിയാലും നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്, നരകത്തിലേക്ക് പോകാൻ യോഗ്യത നേടിയാണ്. മരിച്ചവരുടെ കല്ലറയിൽ കുമ്പിടുന്നതും പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ മതഭക്തിയും പാരമ്പര്യത്തിലും ജീവിക്കുമ്പോൾ ഓർത്തു നോക്കിക്കൊള്ളുവിൻ, മുമ്പിൽ ഒരു നരകം വാപുളർന്നിരിക്കുകയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. സ്നാനത്താലല്ലാതെ പാപമോചനമില്ല. മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂവെന്ന് നിക്കിയ വിശ്വാസ പ്രമാണം ചൊല്ലി ആമേനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവനെ പൂർണ്ണമായിട്ടും ജലസ്നാനത്തിലേക്ക് അപ്പോസ്തലന്മാർ താഴ്ത്തിയിരുന്നു. അതുതന്നെ ഇന്നും ദൈവത്തിന്റെ കാലം കഴിയുമ്പോൾ മാറ്റമില്ല. ദൈവം ഒരിക്കലും എന്താണ് മാറ്റമില്ലാത്തവനാണ്. ആകയാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം പൂർണ്ണമായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വെക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, അവനെ കല്ലറയിൽ അടക്കിയെങ്കിലും കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു വന്നവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ആ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നിട്ടല്ലാതെ നിങ്ങൾക്ക് പാപമോചനമില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നതാണ് പാപമോചനം വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് ചേർന്ന് ഞാൻ ഇന്ന് പാപിയും ദോഷിയുമായിട്ടല്ല ദൈവത്തിന്റെ മകനും വിശുദ്ധനും എന്നുള്ള പദവിയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തലക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തരികയും 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് വാഴുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നിത്യരാജ്യത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. അല്ല, നിങ്ങൾ ഇവനെ തള്ളിക്കളഞ്ഞ് മതഭക്തിയിലും പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുടെ കൊടിയും പിടിച്ച് ജയം വിളിച്ച് നിങ്ങൾ നശിച്ചു പോകുന്നെങ്കിൽ പ്രിയപ്പെട്ട ഉത്തരവാദി നീ മാത്രമാണ്. ദൈവം ഉത്തരവാദിയല്ല, സഭ ഉത്തരവാദിയല്ല, സുവിശേഷകന്മാർ ഉത്തരവാദിയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപമോചനം നേടാതെയാണ് അടക്കപ്പെടുന്നെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം കഴിയുന്ന ലോകം അവസാനിക്കുന്നെന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും മാനം തിരിയാതെ മരിച്ചാൽ ഇതേ പ്രസംഗം നിങ്ങളെ ന്യായം വിധിക്കും. എന്താണ് തെളിവ്? പൗലോസ്ലീഹ പറയുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന ആളില്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ ആണെന്നില്ല. ഇത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. ആ യേശുക്രിസ്തു നാളിൽ ഇതേ പ്രസംഗിച്ച ഞാനും നിങ്ങൾ മുഖാമുഖം കാണും. ഇതേ പ്രസംഗം വെച്ച് ദൈവം ന്യായം വിധിക്കുമ്പോൾ പറയും, കണ്ടോ എന്റെ ഉപദേശി എന്റെ ശിഷ്യന് നിന്റെ മുമ്പിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് നീ എന്താണ് നിന്റെ മതഭക്തി കൊണ്ടും മനുഷ്യരോടുള്ള മാനം കൊണ്ടും നീ ഇതിനെ തള്ളിക്കളഞ്ഞല്ലോ, നരകത്തിലേക്ക് പൊക്കോളം പറയും. എന്നെ പ്രിയപ്പെട്ടവരെ, പാപികളായിട്ട് അടക്കപ്പെട്ട എല്ലാവരും 1000 ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാനത്തിന്റെ ഉയർത്തെഴുന്നേറ്റ് ഇതേ രൂപത്തിൽ ഒരു മാറ്റവുമില്ല, ഇതേ രൂപത്തില് നിന്റെ എല്ലാ രഹസ്യങ്ങളും ഒന്ന് വെളിപ്പെടുത്തും കേട്ടോ. നിന്റെ സകല രഹസ്യങ്ങളും ഒന്ന് പരസ്യപ്പെടുത്തി സകല മനുഷ്യരുടെ മുമ്പിലും ദൈവദൂതന്മാരുടെ മുമ്പിലും പരസ്യപ്പെടുത്തി അവൻ നിന്റെ നിത്യമായിരിക്കുന്ന നരകാട്ടിലേക്ക് തള്ളിക്കളഞ്ഞാൽ അയ്യോ ഞാൻ പ്രസംഗിച്ചപ്പിച്ച് അധികാരമെടുത്തു, സത്യം തന്നെ, പക്ഷെ കണ്ണുനീരുണ്ട്, അതിന്റെ പുറകിൽ ഒരു നിലവിളിയുണ്ട്, അതിന്റെ പുറകിൽ ഒരു കണ്ണുനീരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നരകാഗ്നിയിലേക്ക് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല. പുരോഹിതന്മാർ കല്ലറ് കുന്തിരിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പിണ്ടാടിയന്തുകൊണ്ട് അനേക അടിയന്തരം കൊണ്ട് അതും നമ്മളെ രക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അയ്യോ നരകാഗ്നിയിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവില്ല. എത്ര കോടി വർഷമെന്നൊരു കണക്കില്ലെന്ന് സൂര്യചന്ദ്ര നക്ഷത്രാദികളില്ല, ഭൂമിയില്ല, ആകാശമില്ല, സമുദ്രമില്ല. അയ്യോ നമ്മളെ നരകാഗ്നിയിലേക്ക് വീണാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല. അതിനൊരു നാളും ഒരു അവസാനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണുനീരോടെ പറയുന്നു, മാനസാന്തരപ്പെടുവിന്. മാനസാന്തരപ്പെട്ട് നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ നിന്ന ചുമന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിന്. ഈ ഭൂമിയിലും സമാധാനം, മരിക്കുമ്പോഴും സമാധാനം, മരിച്ചു കഴിഞ്ഞാലും സമാധാനം. അത് ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്നു. അവന്റെ വാഗ്ദത്തങ്ങൾ അവൻ മാറ്റിക്കളയുന്നവനല്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കട്ടെ.